പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ തന്നെയാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. നിങ്ങൾ എന്നെ ഉൾക്കൊണ്ടാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കും. അവിടെ പീഡ ഒഴിഞ്ഞു വാഴും, പീഡ ഒഴിഞ്ഞു വാഴും. പീഡകൾ ഏൽക്കുകയില്ല, ദുരിതങ്ങളുണ്ടാവുകയില്ല. ആ സ്വർഗീയ അനുഭവത്തിൽ അവിടെ പിണക്കമില്ല, വഴക്കില്ല, കുത്തിത്തിരിപ്പുകളില്ല, തൊഴുത്തിൽ കുത്തുകളില്ല. അവിടെ സ്നേഹം മാത്രം. അത് സ്നേഹ സാമ്രാജ്യമാണ്, സ്നേഹ സാമ്രാജ്യം. സഹോദരങ്ങളെ, ഒരു നല്ല കാലമുണ്ട്. ഇന്ന് സ്നേഹത്തിന് വേണ്ടി കഴിയുന്നവരുണ്ട്, ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കഴിയുന്നവരുണ്ട്. ഭർത്താവ് കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. ഭാര്യയുടെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുമില്ല. ഭാര്യ എങ്ങനെ ജീവിക്കുന്നു, അവൾ എങ്ങനെ കഴിയുന്നു, അവൾക്ക് എന്തുമാത്രം കഷ്ടപ്പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ചില ഭർത്താവിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സ്നേഹമില്ല, ഭാര്യയ്ക്ക് അടുപ്പമില്ല, ഐക്യമില്ല. ഇന്നിങ്ങനെയെല്ലാം കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെയെല്ലാം ജീവിച്ചെങ്കിലും മാനസന്തരപ്പെട്ടതാണ്. കർത്താവിൻ്റെ വിശുദ്ധി അനുഭവിച്ചവരാണെങ്കിൽ ഇവിടെ ചെല്ലുമ്പോൾ ഒരുമിച്ച് സന്തോഷമായി കഴിയുന്നു. അവിടെ പിന്നെ ഭാര്യാഭർത്താക്കന്മാരില്ല. എല്ലാവരും എല്ലാം വിശുദ്ധരുടെ ഒരു കൂട്ടം. സ്തോത്രം. ഈ ഒരു മഹാസന്തോഷത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റുമോ? മഹാസന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നല്ല നാളുകൾ. ഇവിടെ കണ്ണീരുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ പ്രയാസമുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്, പരിഭവങ്ങളുണ്ട്, വഴക്കുകളുണ്ട്,
ഭിന്നതകളുണ്ട്. ഇന്നിവിടെ എല്ലാം പ്രയാസം തന്നെയല്ലേ. പക്ഷേ ഒരു ശുഭദിനം വരുന്നുണ്ട്, ഒരു ശുഭകാലം വരുന്നുണ്ട്, ശോഭനമായൊരു നല്ല കാലം വരുന്നുണ്ട്. വെറുതെ കേട്ടുപോകാനല്ല ഈ പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് മുഴുവൻ ഊറ്റിക്കുടിക്കണം. കർത്താവേ, അങ്ങനൊരു കാലമുണ്ടെങ്കിൽ ആ കാലത്ത് സ്വർഗവാസത്തിന് ഞാനും യോഗ്യനായി തീരണമേ, എന്നെയും യോഗ്യയാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കണം, കർത്താവേ, അതിന് എന്നെയും നീ യോഗ്യതയുള്ളതാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ തൻ്റെ സഭ ചേർക്കപ്പെടും, വിശുദ്ധന്മാർ മാത്രം ചേർക്കപ്പെടും. ഒരു ശേഷിപ്പ് തലയിൽ രക്ഷിക്കപ്പെടും. ഒരു ശേഷിപ്പ്, എ റെമനൻറ്റ്, ഒരു ശേഷിപ്പ് മാത്രം. ഇസ്രായേൽ ജനങ്ങളുടെ സംഖ്യ മഹാസമുദ്രത്തിലെ മണൽ പോലെ പെരുകിയാലും വർദ്ധിച്ചാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടും. ജനം അനേകം മണൽക്കൂട്ടം കിടക്കുന്നത് പോലെ ആളുകളുണ്ടായാലും ഒരു ബെയർ മൈനോറിറ്റി ഒരു വളരെ നിസ്സാരമായൊരു മൈനോറിറ്റി മാത്രം. ദൈവത്തിന് സ്തോത്രം. നിസ്സാരം. അത്ര പേര് രക്ഷപ്പെടുന്നില്ല. ഇതുപോലെ ജാഗ്രതയോടെ ഇരിക്കുന്നതിലേ രക്ഷപ്പെടുകയുള്ളൂ. 10 കന്യകമാരുടെ ഉപമയിൽ നാം കാണുന്നുണ്ടല്ലോ 25-ാം അധ്യായത്തിൽ. എന്താണ്? 10 കന്യകമാരുടെ ഉപമയിൽ 10 പേരും മണവാളം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അറിയാം, അവർക്ക് സംശയമൊന്നുമില്ല. 10 പേർക്കും മണവാളം വരുമ്പോൾ വിളക്ക് തെളിച്ച് കാത്തിരിക്കണമെന്ന് അറിയാമായിരുന്നു. അത് നല്ല ലക്ഷണമാണ്. അവർക്ക് അറിയാം, മണവാളം വരുമ്പോൾ വിളക്ക് കത്തിച്ച് മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെടണം. 10 പേർക്കും ഉറപ്പുണ്ടായിരുന്നു. 10 പേര് ഒരുമിച്ച് കിടന്നുറങ്ങി. 10 പേരും മണവാളം വരുന്നുള്ള ആർപ്പുവിളി കേട്ടു, ഉണർന്നു. 10 പേരും ഒരുമിച്ച് ഉണർന്നു. 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. 10 പേരുടെ വിളക്കും കത്തിക്കൊണ്ടിരുന്നിരുന്നു. അതാണ് അത്ഭുതം. കത്തിക്കൊണ്ടിരുന്ന വിളക്കാണ്. പക്ഷേ മണവാളം വരുന്ന ആർപ്പുളി ഉണ്ടായപ്പോൾ വിളക്ക് തെളിച്ചപ്പോൾ 10 വിളക്കും കത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ 5 വിളക്ക് അപ്പോൾ ആവശ്യം വന്നപ്പോൾ കെട്ടുപോയി. കാരണം അപ്പോൾ എണ്ണ കരുതിയിരുന്നില്ല. ഈ വിളക്ക് കെട്ടുപോകാവുന്നതാണ്, എണ്ണ വറ്റിപ്പോകാവുന്നതാണ്. ഈ വിളക്കിൽ ഇപ്പോൾ എണ്ണ ഉണ്ടെങ്കിലും ഈ വിളക്കിലെ എണ്ണ വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ എണ്ണ കരുതിയേനെ. അതാണ് അവരുടെ ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള കന്യകമാർ പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ ഓർമ്മ നമ്മെ ഉണർത്തുകയും കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കണം, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ ഞാൻ രൂപാന്തരം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ വരവിൽ മധ്യാകാശത്തിലേക്ക് റോക്കറ്റ് പറന്നു വരുന്നത് പോലെ ഞാനും പറക്കണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലേക്കുള്ളതായ നമ്മുടെ ആകർഷണങ്ങൾ വിട്ടു നിന്നാൽ മാത്രമേ പറക്കാൻ ഒക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, കുറേ മണൽ കൂട്ടിയിട്ടിരിക്കുന്നു. മണലിൻ്റെ ഇടയ്ക്ക് അവിടെ ചെറിയ ചെറിയ ഇരുമ്പ് സൂചികൾ അല്ലെങ്കിൽ മുട്ടുസൂചികൾ കിടക്കുന്നു. വേറെ എന്തെല്ലാമോ റബ്ബർ കഷ്ണങ്ങളോ പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ കാന്തം വന്ന് പിടിക്കുമ്പോൾ ഈ കാന്തം മുകളിൽ പിടിക്കുന്നു. അപ്പോൾ ആകെ ഒരിളക്കം അവിടെ ഇവിടെയുള്ള ഇരുമ്പ് സൂചികളെല്ലാം മുട്ടുസൂചികളെല്ലാം വന്ന് പറന്ന് മുകളിലോട്ട് പൊങ്ങും. മറ്റതെല്ലാം അവിടെ കിടക്കും. ഈ ആകർഷണത്തിൽ നാം ഇടപെടിച്ച് നാം ആ ബന്ധത്തിൽ വരണം. അതാണ് ക്രിസ്തുവിനുള്ള ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നത്? ക്രിസ്തുവിനുള്ളതായി ബന്ധത്തിൽ ഇവിടെ വെച്ച് നാം ആ ആകർഷണ വലയത്തിൽ നിന്ന് ക്രൂശിലെ തിരക്തത്താലുള്ളതായ ആകർഷണത്താൽ നാം അനുഗ്രഹീതരായി തീർന്നാൽ അപ്പോൾ മാത്രമേ ആ സമയത്ത് നമുക്ക് പറക്കാൻ ഒക്കുകയുള്ളൂ. ആ കാന്തം മുകളിൽ നിന്ന് പിടിക്കുമ്പോഴേക്കും ആ കാന്തത്തിലേക്ക് ഇരുമ്പ് സൂചികൾ പറന്നു ചെല്ലുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നാം പറന്നു ഉയരേണ്ടവരാണ്. ഞാൻ തന്നെ പുനരുത്ഥാന ജീവനുമാകുന്നു. ഈ ഒരു മഹത്തായ സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുള്ളത് നമ്മുടെ വാഞ്ചയായിരിക്കണം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോക ജീവിതത്തിൽ നേടിയില്ലെങ്കിൽ തീരാ നഷ്ടമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ. തീരാ നഷ്ടം. തിരുത്താൻ പറ്റില്ല, തിരുത്താൻ സാധിക്കാത്ത നഷ്ടമാണ്. ഓർക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലെ ആ പുനരുത്ഥാനത്തെക്കുറിച്ച് മാർത്ത പറഞ്ഞു, കർത്താവേ, അന്ത്യനാളിൽ പുനരുത്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്കപ്പോൾ കർത്താവ് പറഞ്ഞതിന് മുഴുവൻ പൊരുളും തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ തുടർന്ന് കണ്ടത് ലാസറിൻ്റെ കല്ലറക്കൽ ചെന്ന് കർത്താവ് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ മരിച്ചിരിക്കുന്ന നിങ്ങളോട് കർത്താവ് പറയുന്നു, മകനെ പുറത്തു വരിക. പേര് പറഞ്ഞു വിളിക്കുന്നു, മകനെ പുറത്തു വരിക.
ദൈവശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ലാസറയെ പുറത്തു വരിക. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ പേര് കർത്താവ് വിളിക്കുന്നു, എൻ്റെ പേര് വിളിക്കുന്നു, എന്നെ കർത്താവ് വിളിക്കുന്നു. ഞാൻ തളർന്ന് കിടക്കുകയാണ്, ഞാൻ ക്ഷീണിതനായി കിടക്കുകയാണ്, ഞാൻ ആത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. പല കാരണങ്ങളാൽ എൻ്റെ മനസ്സ് ക്ഷീണിതമാണ്, പല കാരണങ്ങളാൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. പക്ഷേ എന്നെ പേർചൊല്ലി വിളിച്ചുകൊണ്ട് എൻ്റെ രക്ഷകൻ, എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് എന്നെ ക്ഷണിക്കുന്നു, പുറത്തു വരിക. അത്ഭുതം. ലാസർ പുറത്തു വന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ ലാസർ ഉയർത്തെഴുന്നേറ്റ് കെട്ടുകളിൽ അഴിഞ്ഞ് ലാസർ അത്ഭുതത്തോടെ എല്ലാവരും കാണുന്നു. സ്വപ്നം കണ്ടതുപോലെയായി ലാസറിന്, സ്വപ്നം കണ്ടതുപോലെ. ഇത്രയും. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു? ലാസറിന് അസുഖം ബാധിച്ച് കിടന്നതൊക്കെ അവൻ ഓർമ്മയുണ്ട്, മരിച്ചതൊന്നും അവന് ഓർമ്മയില്ല. ഞാൻ എവിടെയായിരുന്നു? ലാസർ അത്ഭുതത്തോടെ യേശുവിനെ കാണുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരെ കാണുന്നു, സഹോദരിമാരെ കാണുന്നു, കൂടി വന്ന യഹൂദന്മാരെ കാണുന്നു. ഒരു വലിയ കൂട്ടം ആളുകളോടെയുണ്ട്. എല്ലാവരെയും ലാസർ കണ്ടു, അത്ഭുതപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ലാസർ നന്ദിയോടെ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി. ഒരുപക്ഷേ ലാസർ ഏങ്ങലടിച്ച് കാണുമോ? ലാസർ സന്തോഷം കൊണ്ട് സ്തുതിച്ച് കാണുമോ? ലാസർ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി. സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൃദയം നന്ദി കൊണ്ട് നിറയും. നിങ്ങൾക്കിന്നുള്ള വരൾച്ചകൾ മാറും, ക്ഷീണങ്ങൾ മാറും, അസ്വസ്ഥതകൾ മാറും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ ഭാരങ്ങൾ മാറും, എല്ലാം മാറും. നിങ്ങൾക്ക് ക്രിസ്തുവിനെ നിങ്ങൾക്ക് അടുക്കൽ കിട്ടിയിരിക്കുകയാണ്. ക്രിസ്തു നിങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തു നിങ്ങൾക്ക് ജീവൻ തന്നിരിക്കുകയാണ്. ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ലോകത്തല്ല, ലോകത്ത് സഞ്ചരിക്കും, ഭക്ഷണം കഴിക്കും, ജോലി ചെയ്യും. പക്ഷേ വേറൊരു മണ്ഡലത്തിലേക്ക് നാം ഉയരുകയാണ്. വേറൊരു വിയൻ മണ്ഡലം എന്ന് പറയും, ആകാശമണ്ഡലം. വേറൊരു മണ്ഡലത്തിലേക്ക് നാം ഉയരുകയാണ്. ആ മണ്ഡലത്തിൽ നാം ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇവിടെയുള്ളതെല്ലാം ക്ഷണികമെന്നും നിസ്സാരമെന്നും നമുക്ക് തോന്നും. അതുകൊണ്ട് പഠിക്കേണ്ടതെന്നല്ല, സ്കൂളിൽ പോകേണ്ടതെന്നല്ല, കോളേജിൽ പഠിക്കേണ്ടതെന്നല്ല, ജോലി ചെയ്യേണ്ടതെന്നല്ല, ഇതെന്നല്ല പറയുന്നത്. പക്ഷേ നാം വേറൊരു മണ്ഡലത്തിലായി കഴിയും. നമ്മുടെ ആത്മാവ് വേറൊരു മണ്ഡലത്തിലായിരിക്കും, വേറൊരു മേഖലയിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ ഒരു അനുഭവം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ വേണമെന്ന്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനുഭവം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? എന്തെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? അങ്ങനൊരു ഈ ഭൂമിയിലെ എല്ലാ ചരടുകളും മുറിഞ്ഞ് ഈ ഭൂമിയിലേക്കുള്ളതായി കെട്ടുകളെല്ലാം പൊട്ടി അങ്ങ് എൻ്റെ ആത്മാവ് അന്തരീക്ഷത്തിൽ വിഹരിക്കുന്ന അനുഭവത്തിൽ, അങ്ങ് സന്തോഷത്തോടെ അങ്ങ് ഉല്ലസിക്കുന്ന അനുഭവത്തിൽ ആയി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് വാസ്തവമായി ആഗ്രഹിച്ചാൽ കിട്ടും. കാരണം അത് തരാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ലാസർ നടക്കുന്നു, കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നു, സഹോദരിമാർ നടക്കുന്നു. എന്തൊരു അത്ഭുതം! 4 ദിവസം മുൻപ് ചുമന്നുകൊണ്ട് വന്ന ഡെഡ് ബോഡി ഇതാ നടക്കുന്നു. ഇതാണ് ക്രിസ്തു ചെയ്യുന്ന അത്ഭുതം. 4 ദിവസം മുമ്പ് ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് വന്നതാണ്, കല്ലറിൽ വെച്ചതാണ്. ഇന്ന് ആ ഡെഡ് ബോഡി ഉയർത്തെഴുന്നേറ്റ് ഇതാ യേശുവിൻ്റെ കൂടെ നടന്നു പോകുന്നു. എല്ലാവർക്കും പ്രസാദമാണ്, എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവരുടെയും മുഖത്തൊരു തെളിവാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ വേറെ സംഭവം ഉണ്ടായി. ആ പെട്ടെന്ന് ഒരു അവൈലബിൾ സിന്നോട് കൂടി. നമുക്ക് വായിക്കാം. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. ഒരു കുഴപ്പമില്ല. അന്ന് ഇതിങ്ങനെ പാവപ്പെട്ട മനുഷ്യൻ, മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റാൽ അതിന് സിന്നോട് കൂടേണ്ട ആവശ്യമുണ്ടോ? ഇത്ര പെട്ടെന്ന് എല്ലാവരും കൂടാൽ ഒരു ഉപകാരമല്ലേ നടന്നത്? ഏതായാലും മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റു, നല്ലൊരു കാര്യമല്ലേ? സന്തോഷിച്ചാൽ പോരെ? സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുകയും സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ അവർ ഇനി എന്ത് ചെയ്യേണ്ടു? വലിയ പരിഭ്രമമായി. ഈ മനുഷ്യൻ വല്ല അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, പ്രശ്നമായി. പ്രിയപ്പെട്ടവരെ, നിർമ്മലമായ സുവിശേഷം കേട്ട് ആരെങ്കിലും ദൈവത്തിങ്കലേക്ക് വന്നാൽ പടവാൾ ഉയർത്തുന്ന അധീശവർഗമുണ്ട്, മറക്കരുത്. യേശുക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ തടങ്കലിലാക്കുന്ന, അവനെ തളച്ചു നിർത്തുന്ന ചില ഛിദ്രശക്തികളുണ്ട്, അധികാര കേന്ദ്രങ്ങളുണ്ട്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അവർക്ക് ഈ സുവിശേഷ കാര്യമൊന്നും ഇഷ്ടമല്ല, സുവിശേഷ പ്രസംഗം ഇഷ്ടമല്ല. അവർക്ക് ഇത്തവണ പിന്നെ കോളേജിൻ്റെ പണിക്ക് എത്ര രൂപ ആവശ്യമായിരിക്കുന്നു, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പള്ളി പണിക്ക് എത്ര രൂപ ആവശ്യമായിരിക്കുന്നു, അതൊക്കെ എല്ലാം നിങ്ങൾ കൊണ്ടുപോയി തരണം.
അതിന് കവർ പിരിവുണ്ട്, കവർ എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം എന്നൊക്കെ പറയാനല്ലാതെ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ കിട്ടുന്നതായ മഹാത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒരു നേരമില്ല. അത് ചിന്താവിഷയമല്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറയല്ല കേട്ടോ, വിപ്ലവം പറയല്ല. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം, ബുദ്ധിയോടെ ചിന്തിക്കണം. ഇന്നത്തെ സമൂഹം പോകുന്നത് എങ്ങോട്ടാണ്? ഇന്നത്തെ അധികാരവർഗം പോകുന്നത് എങ്ങോട്ടാണ്? ഒരു പ്രത്യേക സഭയുടെ കാര്യമല്ല പറയുന്നത്. എല്ലാ സഭകളിലും എല്ലാ സമുദായങ്ങളിലും അധികാരവർഗം സ്വാർത്ഥ താല്പര്യമുള്ളവരാണ്. അധികാരവർഗം ദൈവത്തിൻ്റെ വേലയെ തടുക്കുന്നവരാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അതേ ഒരു വീട്ടിൽ ആണും തുണുമില്ലാത്തൊരു വീടായി തീർന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ അവൻ മരിച്ചുപോയി. എല്ലാവരും സങ്കടപ്പെടുന്ന കൂട്ടത്തിൽ അവർക്ക് സങ്കടപ്പെട്ടാൽ പോരെ? അല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ സന്തോഷിച്ചാൽ പോരെ? സന്തോഷിച്ചാൽ മതിയല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഓർക്കുക, മഹാപുരോഹിതന്മാരും സംഘം മുഴുവനും ഒരുമിച്ച് കൂടി ഒന്ന് വായിക്കൂ. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. പല കുഴപ്പങ്ങളാണ് വരാൻ പോകുന്നത്. എന്നെ അങ്ങനെ വിട്ടേച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ലാസ്റ്റ് അവരുടെ തീരുമാനം എന്തായിരുന്നു? അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അയ്യോ കഷ്ടം. 4 ദിവസം മരിച്ച് ജീർണിച്ച് കിടന്നൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇനി അവനെ കൊല്ലണം, അല്ലെങ്കിൽ യേശുവിന് പ്രസിദ്ധി കിട്ടി പോകും, അവനെ കൊല്ലണം. മാനസാന്തരപ്പെട്ട് വരുന്നവനെ കൊല്ലാൻ നോക്കുന്ന ഒരു അധികാരവർഗമുണ്ട്. കർത്താവേ, ഞാൻ എങ്ങനെയൊക്കെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അല്പം ഒരു വെളിച്ചം കെട്ടി വരുന്നവനെ എങ്ങനെയെങ്കിലും തടങ്കൽ വയ്ക്കാൻ മാത്രം നിർബന്ധമായി താല്പര്യത്തോടെ നിൽക്കുന്ന ഒരു അധികാരി വർഗമുണ്ട്, മേലാളന്മാരുണ്ട്. അവർക്ക് എതിരായി നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഒരു ചലനം നടക്കേണ്ടിയിരിക്കുന്നു, വലിയൊരു ചലനം. നമ്മുടെ സമൂഹത്തിൽ സത്യത്തിന് വേണ്ടിയുള്ളതായ വലിയൊരു വിപ്ലവ കാഹളം മുഴങ്ങേണ്ടിയിരിക്കുന്നു. ശാരീരിക വിപ്ലവമല്ല, ഭൗതിക വിപ്ലവമല്ല, ആന്തരിക വിപ്ലവം. അകത്ത് സ്നേഹത്തിൻ്റെ വിപ്ലവം നടക്കണം. അകത്ത് സ്നേഹത്തിൻ്റെ വിപ്ലവം. ഈ സ്നേഹത്തിൻ്റെ വിപ്ലവത്തിൽ ജീവിതം, അനേകരുടെ ജീവിതം അതിൽ ലയിച്ച് അനേകർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരണം. സ്നേഹത്തിൻ്റെ വിപ്ലവം. ദൈവത്തിന് സ്തോത്രം. ക്രൂസിലെ സ്നേഹത്തിൻ്റെ വിപ്ലവം. ആ ക്രൂസിലെ സ്നേഹം കണ്ടാൽ നമ്മുടെ ഹൃദയം ഉണരും. സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കൂ, ക്രൂസിലേക്ക് നോക്കിയാൽ, ക്രൂസിലെ സ്നേഹം കണ്ടാൽ, നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന ആ നിത്യരക്ഷകൻ്റെ സ്നേഹം കണ്ടാൽ, എന്തെല്ലാം തെറ്റുകൾ ചെയ്തെങ്കിലും പിതാവേ ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവർ അറിയായെങ്കിലും ഇവർ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രൂസിലെ സ്നേഹം കണ്ടാൽ തീർച്ചയായും നാം ഉണർന്നു പോകും. ആ സ്നേഹം കാണാത്തത് കൊണ്ടാണ് നാം പാപത്തിലേക്ക് പോകുന്നത്. ആ നിഷ്കളങ്ക സ്നേഹം കാണാത്തത് കൊണ്ടാണ്. എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ അരുതാത്തത് ചെയ്ത് എൻ്റെ കൈകൾ, ആ കൈകൾക്കൊന്ന് എൻ്റെ ജീവിതത്തിൽ വരാകുന്ന അനർത്ഥം മാറ്റുവാൻ വേണ്ടി ഞാൻ ചെയ്ത പാവം അത് എനിക്ക് ഒഴിവാക്കി കിട്ടുവാൻ വേണ്ടി, അതുമൂലം വരുന്ന നരകം ഒഴിവാക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൈകൾ തറയ്ക്കപ്പെട്ടു, ചലനരഹിതമായി തളയ്ക്കപ്പെട്ടു. എൻ്റെ ബുദ്ധിയിൽ എന്തെല്ലാമോ ഞാൻ ചിന്തിച്ചു കൂട്ടി. ഇഷ്ടക്കേടുകൾ, മുഷിച്ചിലുകൾ, വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ ഉണ്ടല്ലോ, അനേകം കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ, മ്ലേച്ഛമായ ചിന്തകൾ. ഇതെല്ലാം അതിൻ്റെ ശിക്ഷേനേറ്റ് ഞാൻ നരകത്തിൻ്റെ തീയിൽപ്പെടുത്തുന്ന പിടയാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു അവൻ്റെ ശിരസിൽ മുൾമുടിയേറ്റു. എൻ്റെ കണ്ണുകൊണ്ട് അരുതാത്ത കാഴ്ചകൾ കാണാൻ ഞാൻ മോഹിച്ചതുകൊണ്ട്, താല്പര്യപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് തുപ്പലേറ്റു. എൻ്റെ ശരീരത്തെ സുന്ദരമാക്കാൻ ശ്രമിച്ചു. അതുമൂലം എൻ്റെ ജീവിതത്തിൽ അനർത്ഥം വരുമെന്ന് ഞാൻ അറിയാതിരിക്കുന്ന ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ശിക്ഷ അവൻ ഏറ്റു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ഏറ്റ് അവൻ്റെ കവിളത്ത് അടിയേറ്റു. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചിന്തിക്കാം. ഏതെല്ലാം വഴിയിൽ കൂടി നടന്നു? വലുതാത്ത വഴിയിൽ കൂടി കാല് വെച്ചില്ലേ? ഏതെല്ലാം വഴിയിൽ കൂടി നടന്നു? തിന്മ ചെയ്യാൻ ഓടിയില്ലേ? അശുദ്ധിക്ക് വേണ്ടി ബന്ധപ്പെട്ടില്ലേ? മദ്യശാലയിലേക്ക് ഓടിയില്ലേ? ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുഴുകിയില്ലേ? എൻ്റെ കാലുകൾ അരുതാത്ത വഴിക്ക് പോയതുകൊണ്ട് ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ഞാൻ ഏൽക്കാതിരിക്കാൻ വേണ്ടി ആ ശിക്ഷ യേശു ഏറ്റു. കാലുകൾ തറയ്ക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഒന്നൊന്നായി ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞു പോയത്? പ്രാഗിയോ, ശപിച്ചോ, ചീത്ത വാക്കുകൾ പറഞ്ഞോ, അസഭ്യവാക്കുകൾ പറഞ്ഞോ, കോപിച്ച് സംസാരിച്ചുവോ, ഗർജിച്ച് സംസാരിച്ചുവോ, ഒട്ടകം സംസാരിച്ചുവോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ ആ പാവങ്ങളുടെ എല്ലാ ശിക്ഷ യേശു ഏറ്റുകൊണ്ട് മുഖത്ത് തുപ്പലേറ്റു. ദൈവത്തിന് സ്തോത്രം. ഇത് ശരിയായിട്ട് അനുഭവിക്കുമ്പോഴാണ്
നാം വാസ്തവത്തിൽ വിശ്വാസികളായിത്തീരുന്നത്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഇതുവരെ ജീവിതം കൊണ്ട് നരകത്തിന് അവകാശിയാണ്. അത് കാണാൻ പറ്റുന്നുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, സ്വർഗമുണ്ട്, നരകമുണ്ട്. ലളിതമായി പറയുകയാണ്, സ്വർഗമുണ്ട്, നരകമുണ്ട്. മാമോദിസ ഏറ്റു, പിന്നെ പ്രായമായി വന്നപ്പോൾ കുമ്പസാരിച്ചു, കുർബാന കൊണ്ടു, രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിക്കുന്ന വലിയൊരു കൂട്ടം ജനത്തിന് മധ്യത്തിലാണ് നാം നിൽക്കുന്നത്. രക്ഷപ്പെടുകയില്ല. പാവം മാറിയില്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. മാമോദിസയിൽ പറഞ്ഞു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്ന വിഷയമായി ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞു. പക്ഷേ സാത്താന് പിന്നെ ഈ ഇടം കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. സാത്താൻ തമ്മിൽ എവിടെയെങ്കിലും അവകാശമുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും കാര്യത്തിൽ അവകാശമുണ്ടോ? ചിന്തിച്ച് നോക്ക്. എൻ്റെ സ്വത്തിൽ സാത്താൻ അവകാശമുണ്ടോ? എൻ്റെ പേഴ്സിൽ, എൻ്റെ പൈസയിൽ സാത്താൻ അവകാശമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ചിന്തിച്ച് നോക്കണം. അത് എന്നും ചിന്തിക്കണമെന്നായി പറയുന്നത്. എന്നും നോക്കണം. എന്തെങ്കിലും പിശാച് അവകാശം പറയുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിച്ചു കൊള്ളണം. നിർബന്ധമായി കരഞ്ഞുകൊള്ളണം. കർത്താവെ എൻ്റെ മേലുള്ള ശിക്ഷകൾ മാറ്റിത്തരണമേ, പിശാചിൻ്റെ ബാധകൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. നമ്മുടെ ഓരോ അവയവം പ്രതിയായിട്ട് നാം ശോധന ചെയ്യണം. ഓരോ അവയവത്തിലും എന്തെല്ലാം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എന്തെല്ലാം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം കഴുകൽ പ്രാപിച്ച് ഈ ഭൂമിയിൽ മോക്ഷം പ്രാപിക്കണം, ഈ ഭൂമിയിൽ രക്ഷ പ്രാപിക്കണം, ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നമ്മുടെ പാവം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ വെച്ച രക്ഷകൻ, ആ യേശുവിനെ എങ്ങനെയും വധിക്കാൻ യഹൂദന്മാർ കൂടി ആലോചിച്ചു. നോക്കൂ, അന്നന്ന് പോലെ ഇന്നും യേശുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനകൾ നടക്കുന്നു. യേശുവിനെയാണ് വധിക്കുന്നവരറിയുന്നില്ല. അന്നും യഹൂദന്മാരറിഞ്ഞില്ല. സാക്ഷാത് ദൈവത്തിനാണെന്ന് അവരറിഞ്ഞില്ലല്ലോ. യേശു നസറേത്തിലെഴുത അച്ഛൻ്റെ മോൻ, അത്രേ അവർ ചിന്തിച്ചുള്ളൂ. അരക്കാശിനെ മുതലില്ലാത്തവൻ, തലയൈപ്പനിടമില്ലാത്തവൻ, ഇങ്ങനെ ജനത്തെ ഇളക്കി നടക്കുന്നു, ജലത്തിൽ കലഹം ഉണ്ടാക്കി നടക്കുന്നു എന്നൊക്കെയാണ് യേശുവിനെക്കുറിച്ച് അവർ തെറ്റായ ധാരണകളായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തെറ്റായ മൂഢധാരണകളെല്ലാം മാറ്റുക. തെറ്റായ ധാരണകളെല്ലാം മാറ്റുക. ഒന്നും ഇല്ലാത്തൊരു പാത്രം പോലെ നമ്മൾ ഹൃദയത്തെ തുറന്നു വയ്ക്കുക. ഉണ്ടായിരുന്നതെല്ലാം എടുത്തു കളഞ്ഞു. ഈ പാത്രത്തിലുണ്ടായിരുന്നതെല്ലാം കളഞ്ഞു. അഴുക്കുണ്ടായിരുന്നു, ശരിയാണ്. തിന്മയുണ്ടായിരുന്നു, സത്യം. പല വ്യാജങ്ങളുണ്ടായിരുന്നു, സത്യം. പക്ഷേ ആ പാത്രം ഒഴിവാക്കി, മുഴുവനായിട്ട് ഒഴിവാക്കി. കർത്താവിന് മുമ്പാകെ ആ പാത്രം കാണിക്കുകയാണ്. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ ഈ പാത്രത്തെ നീ കഴുകി തരണമേ. ഈ പാത്രം നിൻ്റെ തിരുരക്തത്താൽ കഴുകി തരണമേ. പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴാണ് ദൈവകൃപ അളവില്ലാതെ വരികയും നമ്മുടെ പാത്രം, നമ്മുടെ ഹൃദയം കഴുകി തരികയും ചെയ്യുന്നു. ആകെ ഒരു കഴുകൽ കിട്ടുന്നു. ആ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ അതിലേക്ക് കർത്താവ് ഒരു തുള്ളി തേനിറ്റിട്ട് വീഴിക്കുന്നു. തേൻ വചനം തരുന്നു. കർത്താവെ, ഈ പാത്രം വെടിപ്പാക്കി തരുമ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നു. ഈ പാത്രത്തിലേക്ക് നിൻ്റെ വചനമാകും തേൻ ഒഴിച്ചു തരണമേ. നോക്കുമ്പോഴുണ്ട് ഈ തേൻ മെത്തി വരുന്നു, കൂടി വരുന്നു, വർദ്ധിച്ച് വരുന്നു. അപ്പോൾ ആ തേൻ നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് കോരി കൊടുക്കാൻ നമുക്ക് കിട്ടുന്നു. അനേകർക്ക് മധുരം കൊടുക്കാൻ കിട്ടുന്നു. അതാണ് സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വെറും ഭാവനകളല്ല, സാധ്യമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായും ഈ പാത്രം കഴുകി കിട്ടണമെന്നുള്ളതായ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ആ വാഞ്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധിയുടെ മാതൃകയിൽ കൂടി മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനായിട്ടല്ല ഇത് പറയുന്നത്. പക്ഷേ എനിക്കറിയാം, ഒരു കാര്യം അറിയാം, എന്നെ ആ തികവിൻ്റെ പാതയിലൂടെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുമുണ്ട് തിരുത്താനുണ്ട്, ഇനിയുമുണ്ട് ശരിയാകാനുണ്ട്. പൂർത്തിയായെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ, ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ തനിയായിരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കരയും. കർത്താവെ, ഇനിയും കഴുകണമേ. തനിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോന്നും കർത്താവിനോട് പറയും, എണ്ണി പറയും. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുമയുണ്ടാകട്ടെ, പുതിയൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ, പുതിയ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കാൻ ഇടയാകട്ടെ. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. പുനരുദ്ധാനം ജീവനും വന്ന ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾ ഒരു ദിവസം കടന്നു പോകുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ കടന്നു പോയിട്ട് ഈ കർത്താവേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന മഹാഭാഗ്യത്തിലേക്ക് നിങ്ങൾ വരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവിടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ ഈ മക്കളെ അവിടുത്തെ പരിശുദ്ധ വചനം കൊണ്ട്, പരിശുദ്ധ ശക്തി കൊണ്ട് ഇന്ന് നിറയ്ക്കുകയും കൃപയിൽ ഈ മക്കളെ കാക്കുകയും കർത്താവ് രണ്ടാമത്തെ വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു വീണ്ടും വരുമെന്നും യേശുവിൻ്റെ വരെ ഒരുങ്ങിയിരിക്കണമെന്നുള്ളതായി സാക്ഷാത്തായ ബോധ്യം മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളുണ്ടല്ലോ കർത്താവെ, ഭാരങ്ങളുണ്ടല്ലോ, അനേകരെ ദുരിതത്തിൽ കഴിയുന്നുണ്ടല്ലോ, അനേകരെ ഞെരുങ്ങി കഴിയുന്നുണ്ടല്ലോ, രോഗത്തിൽ വിഷമിച്ച് കഴിയുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിലെ രോഗികളായി കിടക്കുന്നവരുണ്ടല്ലോ. കർത്താവെ, എൻ്റെ നാഥ, ഞങ്ങളെ ഇന്ന് അവർ സന്നിധിയിലേക്ക് വിളിച്ചു കൂട്ടിയത് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ മധ്യസ്ഥരായി നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗത്തിലിരിക്കുന്നവരെ താങ്ങണമേ കർത്താവേ. രോഗത്തിൽ പീഡിതരായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ കർത്താവേ. മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. കുടുംബങ്ങളിലേക്ക് ശാന്തിയും സമാധാനം അയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.